ഇത് കള്ളക്കളിയല്ലേ എബ്രഹാമേ? നീ കളിയുടെ രസം കളഞ്ഞു. നിന്നെ അറിയുന്ന ഈ നഗരത്തിൽ ഒരു പകൽ മുഴുവൻ നിന്നെ ആ കാറിനുള്ളിൽ എനിക്ക് പൂട്ടിയിടാമെങ്കിൽ, ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എൻ്റെ മൊബൈൽ ഫോൺ നിന്റെ കാറിനുള്ളിൽ വെറുതെ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് പോകുമെന്ന് കരുതിയോടാ വിട്ടി. എൻ്റെ ആ ചൂണ്ടയിൽ നീ ശരിക്കും കുരുങ്ങിയല്ലേ? എന്തിനാ ഞങ്ങളെങ്ങനെ? നിങ്ങൾ ആരാ? തക്ഷകന്റെ കഥ കേട്ടിട്ടില്ലേ? അപകടങ്ങൾക്ക് രൂപമില്ല. 7 നില മാളികയിൽ ഒളിച്ചിരുന്നാലും അത് കഴുത്തിൽ ചുറ്റി വരിഞ്ഞ് ശ്വാസം മുട്ടിക്കും. എന്റെ മോൾ എവിടെ? പറയാം. എന്തുപറ്റി ഒരു കുഞ്ഞ് നിർത്തി കളഞ്ഞത്? 2 പേര് വേണ്ടേ? ഒന്ന് പോയാൽ മറ്റൊന്നുണ്ടെന്ന് ആശ്വസിക്കാൻ. പ്ലാനിങ് ആയിരുന്നോ? അതോ രവിക്ക് നിന്നെ മടുത്തോ? അമ്മുവിൻ്റെ നിന്റെ ഒരു ചവിട്ടിനില്ല ഞാൻ, സത്യം. പക്ഷേ ചില സന്ദർഭങ്ങൾ ഇങ്ങനെയാ. ഈ 6 അടി പൊക്കവും തടിമിടുക്കൊന്നും തുണയ്ക്കെത്താത്ത നിസ്സഹായ നിമിഷങ്ങൾ. ഇനി 1 അടി മുന്നോട്ട് വെച്ചാൽ ഇതുപോലെ ഞെരിക്കും നിന്റെ കുഞ്ഞിനെ. പാർവതി പേടിച്ചോ? ദേവി കണ്ണടച്ചിരിക്കുകയാണോ? നോക്ക്, ഇവിടുത്തെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഏയ്, പാർവതിക്ക് മോഡലിംഗ് ട്രൈ ചെയ്തൂടെ? നല്ല ശരീരമാണ് നിന്റെ, കടഞ്ഞെടുത്തതുപോലെ. നീ ഇത് അവസാനിപ്പിക്കുന്ന നിമിഷം, ഈ കളി നീ അവസാനിപ്പിക്കുന്ന നിമിഷം നിന്നെ ഞാൻ കൊല്ലുവോടാ നിന്നെ ഞാൻ.